ഇന്ന് നമ്മുടെ ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ ഒരു ടീമേറ്റുമായിട്ട് നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാം. ബിജു നാരായണ. ബിജു ചേട്ടാ, NSK ട്രോഫി ഫൈനൽ ഏകദേശം ജയിക്കാതിരുന്ന സിറ്റുവേഷനിൽ നിന്ന് ലാസ്റ്റ് വിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വിക്കറ്റ് അടുപ്പിച്ച് വീണു. ലാസ്റ്റ് ഓവറിൽ 2 ബോൾ 6 റൺ ജയിക്കാൻ ആ സമയം നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? എനിക്ക് പോയപ്പോൾ ഒന്നും തോന്നിയില്ല, കളി ജയിക്കണമെന്നാണ് മാത്രമേ ഉള്ളായിരുന്നു. അത്രയും പ്രഷർ സിറ്റുവേഷനിൽ ലാസ്റ്റ് വിക്കറ്റ്. അപ്പം നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ ബോളർ എന്താ എറിയാൻ പോകുന്നത് എന്തെങ്കിലും, അതോ ജസ്റ്റ് ബോൾ നോക്കി അടിക്കുക എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലായിരുന്നു. ബോൾ നോക്കുക, വലിച്ചടിക്കുക, അത്രേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഇമോഷണലി എന്തോന്ന് തോന്നി? കാരണം നമുക്ക് വെളിയിൽ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കെല്ലാം കിളിപോയ ഒരു മട്ടിലായിരുന്നു. ആ സമയത്ത് ആ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിക്കാൻ പറ്റിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. തോറ്റു എന്ന് വെച്ചാൽ ഒരു കളി ജയിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. എനിക്ക് ചോദിക്കേണ്ടത്, അത് ആ ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ ആ ഒരു മാച്ച്, ഫൈനലിലെ മാച്ച്, നിങ്ങൾ മാൻ ഓഫ് ദ മാച്ചായി, ലാസ്റ്റ് 2 ഓവറിൽ 2 വിക്കറ്റ് എടുത്തു, കളി അടിച്ച് ജയിപ്പിച്ചു. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. ഇതുപോലൊരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ക്രിക്കറ്റ് ബോളല്ല, ടെന്നീസ് ബോൾ. ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ബാറ്റ് ചെയ്യാൻ പോയത് തന്നെ. അപ്പോൾ തീർച്ചയായും നമ്മുടെ കൊല്ലം സെയിലേഴ്സിന് വേണ്ടിയിട്ട് KCL ഇങ്ങനത്തെ കുറേ ഇന്നിങ്സുകളും ഇങ്ങനത്തെ കുറേ മാച്ച് വിന്നിംഗ് പെർഫോമൻസസ് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായും.